4 കാര്യങ്ങളിലൂടെ കർത്താവ് വ്യക്തമായിട്ട് വിശുദ്ധ കുർബാനയെ വെളിപ്പെടുത്തുന്നു. ആദ്യം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരടയാളം കർത്താവ് തരുന്നു. പിന്നീട് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് കർത്താവ് യഹൂദരെ പഠിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. നാലാമതായിട്ട് ഈശോ ചെയ്യുന്ന കാര്യം വിശുദ്ധ കുർബാനയിൽ അപ്പം ഈശോയായിട്ട് മാറുന്നു എന്ന് നമുക്ക് തെളിയിച്ചു തരിക കൂടി കർത്താവ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം ഈശോ ഒരു അടയാളമായിട്ട് പറയുന്നത് നമ്മൾക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 5000 പുരുഷന്മാരും അതിലേറെ സ്ത്രീകളും കുട്ടികളും വന്ന് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന സമയത്ത് ഈശോ അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് ഭാഗിച്ച് ആ ജനങ്ങൾക്ക് മുഴുവൻ കൊടുക്കുന്നുണ്ട്. കർത്താവ് അന്ന് ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, ഇനി വരാൻ പോകുന്ന ഈ ലോകത്തിൽ അനേക കോടി മക്കളുടെ രക്ഷയ്ക്കായിട്ട് ഉയർത്തപ്പെടാൻ പോകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എന്ന് ഒരടയാളത്തിലൂടെ കർത്താവ് ആദ്യം അത് സ്ഥാപിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നു ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നുണ്ട്. കുദാശ വചനങ്ങൾ പറഞ്ഞ് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ. തുടർന്ന് നമ്മൾ കാണുകയാണ് ഈശോ കുരിശിൽ മരിച്ചു, ഈശോ ഉയർത്തെഴുന്നേറ്റു. ആ സമയത്ത് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കാണുന്നുണ്ട്. ആ ശിഷ്യന്മാരുടെ കൂടെ ഈശോ നടന്നു, അവരോട് വചനങ്ങൾ പറഞ്ഞു, അവരുടെ കൂടെ ഭക്ഷണത്തിലിരിക്കുന്ന സമയത്ത് കർത്താവ് അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ഭാഗിച്ച് അവർക്ക് കൊടുത്ത ആ നിമിഷം കർത്താവ് അപ്രത്യക്ഷനായി. അവരുടെ കൂടെ താമസിക്കാൻ കയറിയ കർത്താവ് അവരെ പറ്റിച്ച് അവിടെ നിന്ന് പോയിക്കളഞ്ഞതല്ല. നമുക്കറിയാം, കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ഭാഗിച്ചപ്പോൾ ആ അപ്പം ഈശോയായിട്ട് മാറി. അങ്ങനെ കർത്താവ് തൻ്റെ ഉദ്ധാനത്തിന് ശേഷം വിശുദ്ധ കുർബാനയിൽ അപ്പം വാഴ്ത്തുമ്പോൾ ഈശോയായിട്ട് മാറുന്നു എന്ന് നമുക്ക് തെളിയിച്ചു തരിക കൂടി ചെയ്തു. അങ്ങനെ 4 കാര്യങ്ങളും വ്യക്തമായിട്ട് അടയാളത്തിലൂടെ കർത്താവ് വ്യക്തമായിട്ട് സംസാരിച്ചു. വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. കുർബാനയിൽ അപ്പം ഈശോയായിട്ട് മാറുന്നു എന്നുകൂടി നമുക്ക് തെളിയിച്ചു തരിക കൂടി ചെയ്തിട്ടാണ് ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നത്.